സ്റ്റാഫൊന്നുമില്ലേ? ആരും വന്നില്ലേ? ചാച്ചാജി തട്ടി വിളിച്ച് ചാച്ചാജിയോട് ചോദിക്കാം. ഹലോ, ആരാ? ജോലിക്ക് കോടതി വിധി. ഓ, ഞാൻ KP അമൃത്, നിങ്ങളുടെ PA ആണ്. പെട്ടെന്നായതുകൊണ്ട് ഒരുക്കങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. സാരമില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി എന്തോ ഞാനിവിടെ കരുതി വെച്ചിരുന്നല്ലോ. ഇതാണ്. അത് തന്നെ വെച്ചോ. വെച്ചോ, നിങ്ങൾക്കുള്ളതാ. വെച്ച ആരും വന്നില്ലേ? അല്ല, വരാൻ സമയമായില്ല. മണി 10 അത് ശരിയാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും യൂണിയൻകാരും ഈ പിടിപാടുള്ളവരൊക്കെയാണേ. ക്യാബിലേക്ക് ഇരിക്കാം, വാ. നിങ്ങൾ എന്തിനാ ഏറ്റത്? ഇത് നടക്കാവുന്ന വല്ല കാര്യമാണോ? പറഞ്ഞിട്ടെന്ത് കാര്യം? അല്ല, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഉണ്ടല്ലോ. ഒരു 6 മാസം തട്ടിയും മുട്ടിയും എങ്ങനെയൊക്കെ തീർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പുതിയ അപ്പോയിൻമെന്റ്, അതാണ് ഇത്ര ആത്മാർത്ഥത. ഇരുന്നിരുന്നോ, ഒക്കെ നമ്മുടെ ആൾക്കാരാ. ശരി സാർ. ഒരു 11:30 ആകുമ്പോഴേക്കും DTOയും നേതാക്കന്മാരും യൂണിയൻകാരൊക്കെ വരും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ ഉണ്ടാവും. ശരി, കേറിക്കോ. എന്ത് കാര്യം അനുഭവിക്കും. ഞാൻ ഇതുവരെ വിചാരിച്ച സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്നാലേ വെറുപ്പിക്കലുള്ളൂ. ഇതിപ്പോ ജോലി ചെയ്യാൻ ചെന്നാലും നെഗറ്റീവ് ആണല്ലോ. ഒരു 11 ആകുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാർ വരില്ലേ? നല്ലൊരു ടീം സെറ്റാക്കാം. ബാ. ഡീസൽ എക്സ്പെൻസിന്റെ ഫയലാണ്. ഈ പേപ്പേഴ്സിലെ കണക്കൊന്നും അങ്ങോട്ടൊരു എടാ, ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. കറക്റ്റ് ആണെങ്കിൽ ഇതിപ്പോ ഈ അവസ്ഥ വരുമോ? സാർമാരെ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, DTOമാരും യൂണിയൻകാരൊക്കെ വന്നിട്ടുണ്ടേ. അവരെന്തൊക്കെ പറയായിരിക്കും. നിങ്ങൾ പേടിക്കാനും വേണ്ട, വാ. ഞാനുണ്ടല്ലോ. പോയിട്ട് വാ. തീരുമാനം ആയിക്കോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരെയും വഴിയെ പരിചയപ്പെട്ടോളാം. ഇതൊരു റിലേ പോലെയാണ്. ബാറ്റൺ നമ്മുടെ കയ്യിലാണ്. നല്ലോണം ഓടിയാലേ മുമ്പിൽ ഓടുന്നവരും പിന്നിൽ ഓടിയവരും വിജയിക്കും. ഒരു ദിവസം 9 കോടിയാണ് ടാർഗറ്റ്. നമുക്ക് അച്ചീവ് ചെയ്തേ പറ്റൂ. അത്ര പെട്ടെന്നൊന്നും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ സാറേ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എത്രയും പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്താൽ അത്രയും നല്ലത്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. എഴുതി ഒപ്പിട്ട് തരാം. ഇത് നടക്കുകയില്ല. നടക്കില്ല, പറ്റില്ല, ഇപ്പൊ സാധിക്കില്ല. ആ പേപ്പറില്ല, ഈ പേപ്പറില്ല, നാളെ വാ, മറ്റന്ന വാ, അടുത്ത ആഴ്ച വാ. ഇതൊക്കെ സ്ഥിരം സർക്കാർ ഓഫീസിലെ ഡയലോഗുകളല്ലേ? ഇതൊക്കെ പറഞ്ഞാണ് ഈ പ്രസ്ഥാനവും ഈ നാടും ഈ അവസ്ഥയിലെത്തിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം നിന്നാ മതി. പണിയെടുക്കാത്ത ഒരൊറ്റ എണ്ണത്തിനോട് വെച്ചുറപ്പിക്കില്ല. മനസ്സിലായോ?